ധർമ്മസ്ഥലയിൽ നിന്ന് അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. സ്പോട്ട് നമ്പർ 6-ൽ നിന്നാണ് ശരീരഭാഗം ലഭിച്ചത്. സ്ഥലം കുഴിച്ചുള്ള പരിശോധന തുടരുന്നു. ധർമ്മസ്ഥലയിൽ നിന്നും സരീഷ് പി കെ ചേർന്നു. ഏറ്റവും നിർണായകമായ കുഴിച്ചു പരിശോധനയായിരുന്നു ഇന്ന് എന്ന് രാവിലെ തന്നെ എല്ലാവരും പറഞ്ഞാണ്. അന്വേഷണ സംഘം അത് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുഴക്കരയ്ക്ക് സമീപത്തുള്ള സ്ഥലത്തു നിന്നാണ് അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായി പറയുന്നത് 6-ാം നമ്പർ പോയിന്റിൽ നിന്നും കുഴിച്ചുള്ള പരിശോധനയ്ക്കിടെ ഏതാണ്ട് 3 അടിക്ക് താഴെ കുഴിയെടുത്ത് പരിശോധിച്ചപ്പോൾ അവിടെ ഭാഗികമായുള്ള ഒരു ശരീര അസ്ഥികൂട ഭാഗം, അതായത് മനുഷ്യൻ്റേത് എന്ന് സ്ഥിരീകരിക്കാവുന്ന ശരീരത്തിൻ്റെ പകുതി, അസ്ഥികൂടത്തിൻ്റെ പകുതി ഭാഗമാണ് അവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി അത് കണ്ടെത്തിയിരിക്കുന്നു. അത് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ ഒരു സംശയമുണ്ടായിരുന്നത് ഏതെങ്കിലും രീതിയിൽ പുഴ കര കവിഞ്ഞൊഴുകുകയാണെങ്കിൽ അവിടെ നിന്നും എന്തെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഗുണകരമായത് അത് പാറക്കെട്ടുള്ള പ്രദേശമായിരുന്നു. ഈ കുഴിച്ചിട്ട സ്ഥലത്തിന് 2 ഭാഗത്തും പാറക്കെട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നും മണ്ണൊലിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഏറ്റവും വെല്ലുവിളിയായത് കുഴിയെടുത്തപ്പോഴുണ്ടായിരുന്ന വെള്ളക്കെട്ടാണ്. അവിടെ പമ്പ് സെറ്റ് ഉൾപ്പെടെ എത്തിച്ച് ആ പരിശോധന അല്ലെങ്കിൽ ആ വെള്ളക്കെട്ട് ഒഴിവാക്കിയതിനു ശേഷം വീണ്ടും കുഴിയെടുത്തു. ആദ്യഘട്ടത്തിൽ മനുഷ്യൻ തന്നെയാണ് കുഴിയെടുത്തത്. പിന്നീടാണ് ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ട് എത്തിച്ചത്. അതിനുശേഷം നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് മനുഷ്യൻ്റേതെന്ന് ഉറപ്പിക്കാവുന്ന പാതി അസ്ഥികൂടം കിട്ടിയിരിക്കുന്നത്. അത് ഏത് ഭാഗമാണ് എന്നുള്ളതാണ്. എന്തായാലും സാക്ഷി നൽകിയ മൊഴി സത്യമാണ് എന്ന് തെളിയാൻ പോവുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് ഈ പോയിന്റുകളിൽ ഇനിയുള്ള പോയിന്റുകളിൽ ഒന്നിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് വീണ്ടും ഈ സാക്ഷി പോലീസ് അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. സാക്ഷി ഏത് രീതിയിലാണോ പറയുന്നത്, എവിടെ കുഴിക്കണമെന്നാണോ പറയുന്നത്, എത്ര ആഴത്തിൽ കുഴിക്കണമെന്നാണോ പറയുന്നത്, അത് നിർബന്ധമായും കുഴിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഈ നിർദ്ദേശിച്ചിരുന്നത് DGP. അതിൻ്റെ അനുസൃതമായാണ് ഇന്ന് അതായത് ഈ റോഡിൽ നിന്നും ഏതാണ്ട് 100 മീറ്റർ അകലെയാണ് ഈ കാടിൻ പ്രദേശത്ത് ഈ കുഴി എന്ന് പറയുന്നത്. അവിടേക്ക് മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ എത്തിച്ച് അതിസാഹസികമായ രീതിയിലായിരുന്നു ആദ്യം ഈ മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ചത്. അതിനുശേഷം കൃത്യമായി വലിയ കുഴിയെടുക്കുകയും അതിൽ നിന്ന് കൃത്യമായി അസ്ഥികൂടം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് അതിന് സമീപത്തുകൂടി, അതായത് ആ അസ്ഥികൂടം ലഭിച്ച ഭാഗത്തിന് 2 വശത്തുകൂടി അല്പം കൂടി വീതിയിൽ മണ്ണെടുത്തുള്ള പരിശോധന നടത്തുകയാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, സാക്ഷി ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് കൂടുതൽ അസ്ഥികൂടങ്ങൾ ഇവിടെ നിന്നും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ മണ്ണ് മാന്തിയുള്ള പരിശോധന നടത്തുകയാണ്. ഇന്നലെ വരെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ, അഭ്യൂഹങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം തള്ളിക്കളയുന്നു. ഇന്നലെ വരെ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് 6-ാം നമ്പർ കുഴിയിൽ നിന്നും കൃത്യമായി മണ്ണിൽ അസ്ഥികൂടം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.